വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ ബ്ലോക്ക് 4 യൂണിറ്റ് 2 ആണ്, ദി ഇൻ്റർസെക്ഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ടെക്നോളജി. ഇത് യൂണിറ്റ് 1 അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 1 അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സെയിം ലെങ്ത് വരുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷേ യൂണിറ്റ് 1 നമുക്ക് കുറേയധികം കണ്ടൻസ്, കുറേയധികം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ യൂണിറ്റ് 2 കാര്യത്തിലേക്ക് വരുമ്പോൾ, അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ബാക്കിയുള്ള പാഠങ്ങളിൽ പഠിച്ച കുറേ ടോപ്പിക്സ് ഇതിൽ വീണ്ടും കയറി വരുന്നുണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യണില്ല, ഡിസ്കസ് ചെയ്യണില്ല. ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടതാണല്ലോ, അപ്പോൾ അത് പോയി കാണാം കേട്ടോ. ദെൻ ബാക്കിയുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണോ പറയുന്നത് അത് ഫുൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. Then, evolution of electronic and digital technology. One of the most notable effects of these are transformation of communication. അല്ലേ, നമ്മുടെ കയ്യിലുള്ള മൊബൈലോ അല്ലെങ്കിൽ ലാപ്പോ എല്ലാം എന്താണ്, ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ഡിവൈസസ് ആണ്. ഈ ഡിവൈസസിൻ്റെ വരവോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ ടെക്നോളജീൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതായത് നമുക്ക് ദൂരെയുള്ള നമ്മുടെ ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ ഇൻഫോർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോകത്തിൻ്റെ എവിടെ ആണെങ്കിലും ഉള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി കൊണ്ട് നമുക്ക് വന്നിട്ടുള്ളത്. Personal computer. The personal computer revolutionized the way people work, communicate and access information. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്താണെങ്കിലും ഇനി എന്തെങ്കിലും ഇൻഫോർമേഷൻ നമുക്ക് വേണ്ടതായിട്ട് നമ്മൾ ഗ്യാദർ ചെയ്യുന്നിടത്താണെങ്കിലും എവിടെയാണെങ്കിലും എന്തിനുള്ള ഒരു ഇമ്പാക്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതെന്താണ്, അത്രയും വലുതാണ്. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ദി അറ്റ്ലയർ 8800. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്, ദി അറ്റ്ലയർ 8800. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരും, ദി അറ്റ്ലയർ 8800. ഇപ്പോൾ തന്നെ അങ്ങോട്ട് പഠിച്ചു പോവുക, മനസ്സിലാക്കി പോവുക. ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഹാസ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ പീപ്പിൾ ടു സ്റ്റോർ, ആക്സസ് ആൻഡ് ഷെയർ ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓൺലൈൻ. അതായത് ഓൺലൈനായിട്ട് വിർച്വലായിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റാസ് ഷെയർ ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനുമുള്ള ആക്സസിബിലിറ്റി എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലൂടെ സാധ്യമായിട്ടുണ്ട്. ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI is a rapidly developing field that has the potential to revolutionize many industries. Example of AI applications include virtual assistants such as Siri, Alexa. Siri, Alexa ഒക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഫേഷ്യൽ റെക്കഗ്നീഷൻ ടെക്നോളജി. അതായത് AI സഹായത്തോട് കൂടിയിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്, സെൽഫ് ഡ്രൈവിംഗ് കാർസ് വരുന്നുണ്ട്, ഫേഷ്യൽ റെക്കഗ്നീഷൻ ടെക്നോളജി വരുന്നുണ്ട്, അതേപോലെ തന്നെ വിർച്വൽ അസിസ്റ്റൻസ് ആയിട്ടുള്ള സിരി ആൻഡ് അലക്സ വരുന്നുണ്ട്. Emoticons. Emoticons are combinations of keyboard characters such as letters, numbers, symbols that are used to convey meaning in digital communication. അതായത് emoticons എന്ന് പറയുന്നത് സിംപ്ലി ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള ഈ സ്മൈൽ, സാഡ് ഫേസ്, ഗ്രിന്നിങ് ഫേസ്, വിങ്കിങ് ഫേസ്, സ്റ്റിക്കിംഗ് ഔട്ട് ടങ്, സർപ്രൈസ്ഡ് ഫേസ്, അൺഷുവർ ഫേസ്, ഹാർട്ട് സിമ്പിൾ. ഹാർട്ട് സിമ്പിളും അതേപോലെ തന്നെ സ്മൈൽ, സാഡ് ഫേസും ഒക്കെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ആ സിമ്പിൾ തന്നിട്ട് ഇത് എന്തിനാണ് ഡിനോട്ട് ചെയ്യണതെന്ന് ചോദിക്കും, വിച്ച് എമോട്ടിക്കോൺസിനെയാണ് ഇത് ഡിനോട്ട് ചെയ്യണതെന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതെന്ത് ചെയ്യുക, സിമ്പിൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ എമോട്ടിക്കോൺസ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇപ്പോൾ ഇമോജി ലൈക്ക് എന്താണ് ഒരു സിമ്പിൾ അല്ലെങ്കിൽ ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യണ കീബോർഡ് ക്യാരക്ടേഴ്സ് ആണ് എന്താന്ന് പറയണത്, എമോട്ടിക്കോൺസ് എന്ന് പറയണത്. Then, to express a variety of emotions such as happiness, sadness, surprise, anger, etc. Emojis, graphical representations of emotions and objects that are used in digital communication. Unlike emoticons, which are keyboard characters, emojis are standardized images that can be used across different platforms such as social media. Emojisനെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഏതൊക്കെ ഇമോജീസ് എവിടെ ഒക്കെ ഇടണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ പോലും അതിൻ്റെ ലാസ്റ്റ് നമുക്കൊരു ഇമോജി കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീലാണ് പലർക്കും, ഞാൻ ഉൾപ്പെടെ പലർക്കും ആ ഒരു ഇൻകംപ്ലീറ്റ് ഫീലാണ് ഇപ്പോൾ ഇമോജീസ് ഇല്ലെങ്കിൽ വരുന്നത്. അത്രയ്ക്കും ഒരു ഇമ്പാക്റ്റ് എന്തിന് വന്നിട്ടുണ്ട്, ഇമോജീസിന് വന്നിട്ടുണ്ട്. ദെൻ ഇമോജീസും അതേപോലെ തന്നെ എമോട്ടിക്കോൺസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്. എമോട്ടിക്കോൺസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, സ്ലൈഡിൽ കണ്ടു, എന്താണ്, കീബോർഡ് ക്യാരക്ടേഴ്സ് ആണ്. നമ്മുടെ കീബോർഡിൽ
അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ലെറ്റേഴ്സും അതേപോലെ തന്നെ സിമ്പിൾസും എല്ലാം വെച്ചിട്ടുള്ളതാണ് എമോട്ടിക്കോൺസ്. പക്ഷേ ഇമോജീസ് സ്റ്റാൻഡർഡൈസ്ഡ് ഇമേജസ്, എന്തെങ്കിലും ഇമേജിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സിൻ്റെയോ ഒക്കെ സ്റ്റാൻഡർഡൈസ്ഡ് ഇമേജസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇമോജീസ് എന്ന് പറയുന്നത്. ഇമോജീസ് ആർ ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ ജപ്പാൻ ഇൻ ലേറ്റ് 1990s. 1990s എന്ന് പഠിച്ചില്ലെങ്കിലും ജപ്പാൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ജപ്പാനിലാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഡെവലപ്ഡ് അത്രയും വൈഡ് ഏരിയയിലേക്ക് കവർ ചെയ്തിട്ടുള്ള ഇമോജീസ് ഡെവലപ്പ് ചെയ്തത് എവിടെയാണ്, ജപ്പാനിലാണ്. have helped to bridge the gap between written and spoken language in online communication. നമുക്കറിയുന്ന കാര്യമാണത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാക്കുകൾ പറഞ്ഞാൽ അതിനിപ്പോൾ ക്രിഞ്ചായി പോവോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അതിൽ ഇമോജീസ് ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് അവിടെ എന്ത് ചെയ്യാണ്, ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ടെക്സ്റ്റ് അബ്രിവിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ടായിട്ടുള്ള ടെക്സ്റ്റ് അബ്രിവിയേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വാക്ക്, ആ വാക്കിനെ നമ്മൾ ഷോർട്ടായിട്ട് ഉപയോഗിക്കുക. ഏതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഷോർട്ട് ആൻഡ് വേർഷൻസ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടു സേവ് ടൈം ആൻഡ് സ്പേസ്. ഓക്കെ, ടു സേവ് ടൈം ആൻഡ് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഷോർട്ടൻഡ് വേർഷൻസ് എന്ന് പറയുന്നത്. ഓൾസോ നോൺ ആസ് SMS. ഷോർട്ടൻഡ് വേർഷൻസ് ആണ് ടെക്സ്റ്റ് അബ്രിവിയേഷൻസ് എന്ന് പറയുന്നത്. ഇതിനെ എന്തുകൂടി പറയും, SMS എന്നും കൂടിയും പറയും. സേവ് ടൈം ആൻഡ് സ്പേസ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റ് അബ്രിവിയേഷൻസിലൂടെ. ദെൻ എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എക്സാമ്പിൾ ലോൾ, laughing out loud. ഇത് നമുക്ക് പലർക്കും അറിയുന്നതായിരിക്കും. പിന്നെന്താണ് BRB, be right back. OMG, oh my god. IDK, I don't know. BTW, by the way. TTYL, talk to you later. IMO, in my opinion. LMK, let me know. ഇങ്ങനെയുള്ള ഷോർട്ട് ഫോംസ് ഈ ടെക്സ്റ്റ് അബ്രിവിയേഷൻസിന് ചിലപ്പോൾ എന്തെങ്കിലും എക്സാമ്പിൾസ് തന്നിട്ട് ഇവിടെ എന്തായിരിക്കാം കൊടുക്കുക, ഇവിടെ എന്ത് അബ്രിവിയേഷൻസ് ആയിരിക്കാം കൊടുക്കുക എന്നുള്ള എക്സാമ്പിൾസ് തന്നിട്ട് ചോദിക്കാൻ പറ്റും. 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അടുത്ത ദിവസങ്ങളിലായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണേ. ദെൻ ICT, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പോൾ ICTൻ്റെ ഒരു ഫുൾ ഫോം എന്ത് ചെയ്യാം, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് 1 വേർഡായിട്ട്. എന്താണ്, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ICT have revolutionized the way we use language, from the creation and dissemination in information to the way we communicate with one another. അതായത് നമ്മൾ മറ്റൊരാളെന്നല്ല, ലോകത്തുള്ള ആരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്കിപ്പോൾ ഒരു ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ. ഏതൊരു രാജ്യത്തുള്ള ആളാണെങ്കിലും എവിടെയുള്ള ആളാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് അയാളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അത്രയും വ്യാപിച്ച് കിടക്കുന്ന ലാംഗ്വേജിൻ്റെ ആ ഒരു വ്യാപനം എന്തിലൂടെയാണെന്നാണ് പറയണത്, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൂടെയാണെന്നാണ് പറയണത്. അഡ്വാൻറ്റേജസ് ഓഫ് ICTൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട്, അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിലപ്പോൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ICT ചോദിക്കാം. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയ്ഡ് ഇറ്റ് ഈസിയർ ദാൻ എവർ ഫോർ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് അക്രോസ് വാസ്റ്റ് ഡിസ്റ്റൻസസ് ആൻഡ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ്, പല ഭാഷകളിലായിട്ട് എവിടെയുള്ള എത്ര ദൂരമുള്ള ആളാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി ഈസിയർ ആയിട്ടുണ്ട്. ദെൻ ഹെൽപ്സ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ടൈം റിഗാർഡ്ലെസ് ഓഫ് ജോഗ്രഫിക് ലൊക്കേഷൻ. അതായത് എവിടെയാണ്, എന്താണ്, എപ്പോഴാണെന്നുള്ളതൊന്നും ഒരു കണക്കിലെടുക്കാത്ത രൂപത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഒരാളിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള രൂപത്തിലേക്ക് എന്ത് മാറിയിട്ടുണ്ട്, നമ്മുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് മാറിയിട്ടുണ്ട്. ദെൻ ട്രാൻസ്ലേഷണൽ സോഫ്റ്റ്വെയർ മെയ്ഡ് ഇറ്റ് ഈസിയർ ഫോർ പീപ്പിൾ to communicate in different languages and reducing language barrier. ട്രാൻസ്ലേഷണൽ സോഫ്റ്റ്വെയർ നമ്മൾ കുറേ ചാപ്റ്ററിൽ അതിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രാൻസ്ലേഷണൽ സോഫ്റ്റ്വെയർസ് എന്താണ്, നമ്മൾ പറഞ്ഞു ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ വരുന്നതാണ് ട്രാൻസ്ലേഷണൽ സോഫ്റ്റ്വെയർ. ICT ഓൾസോ ഹാവ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ എവ്രി വൺ വിത്ത് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ ഇൻഫോർമേഷൻ വിത്ത് എ ഗ്ലോബൽ ഓഡിയൻസ്. അല്ലേ, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയാസും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസും എല്ലാം ഒരു
വൈഡർ ഓഡിയൻസിലേക്ക്, ഒരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മൾ അത്രത്തോളം സഹായിക്കുന്നുണ്ട്. Online libraries also made it easier for people to access information in different languages. ഓൺലൈൻ ലൈബ്രറീസ്, അതായത് നമ്മൾ ബുക്സ് ഒക്കെ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് എത്രത്തോളം പല ഭാഷകളിൽ നമുക്ക് എന്ത് ചെയ്യാണ്? റീഡിങ്സ് പോസിബിൾ ആക്കി തരാണ്. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ICT മേ ലീഡ് ടു ഹോമോജീനൈസേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. അതായത് ഹോമോജീനൈസേഷൻ, ഹോമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സിമിലർ ആയിട്ടുള്ളത്, ഒരേപോലെയുള്ളതെന്നാണ് മീനിങ് വരുന്നത്. ഹോമോജീനൈസേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്ലോബ് ഫുള്ള് അല്ലെങ്കിൽ ഒരു വൈഡർ ഓഡിയൻസ് ഒരേ രീതിയിലുള്ള ലാംഗ്വേജ് പറയുക, ഒരേ രീതിയിലുള്ള കൾച്ചർ ഫോളോ ചെയ്യുക, അങ്ങനെ വരുന്നതിന് സാധ്യതയുണ്ടെന്നാണ് പറയണത്. അതായത് ICTയിലൂടെ, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൂടെ ഇങ്ങനെയുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഹോമോജീനൈസേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ സിംപ്ലി എന്താണ്? നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കാണുകയാണ്. ആ റീല് ചിലപ്പോൾ ഒരാളുടെ ക്രിയേറ്റീവ് മൈൻഡിൽ നിന്നും വന്നിട്ടുള്ള ഐഡിയാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന റീലായിരിക്കും. പക്ഷേ അതിനെ തുടർന്ന് കുറേ ആൾക്കാർ, അതായത് നമുക്ക് ഇവിടെ നിന്നിട്ടാണെങ്കിലും മറ്റുള്ള കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും ആ റീൽ ഇട്ടിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും അതേ ട്രെൻഡ് ഫോളോ ചെയ്ത് വരികയാണ്. കുറേ വീഡിയോസ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ സിംപ്ലി എക്സാമ്പിൾ പറഞ്ഞതാണ് ഇൻസ്റ്റഗ്രാമിലൊരു റീല്. അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഈ ഒരു ഹോമോജീനൈസേഷൻ നടക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബ് ഫുള്ള് ഒരേ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ ഒരേ കൾച്ചറിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയണത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ICT. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? അഡ്വാൻറ്റേജസ് ഓഫ് ICT. ഞാൻ ആദ്യമേ പറഞ്ഞു അഡ്വാൻറ്റേജസും ഉണ്ട്, അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ICTക്ക് ഉണ്ട്. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് ഫുൾ ഫോം എടുത്ത് പറയണത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ എന്തായാലും ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വൺ വേർഡായിട്ട്. Then, disadvantages of ICT. The use of text messaging and social media platforms has led to the development of a new language style with text abbreviations, emojis, etc. may contribute to the decline of use of traditional languages. ഈ ഒരു പോയിന്റിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാൻ പറ്റുക മംഗ്ലീഷാണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യണ സമയത്ത് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും കീബോർഡിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് പകരം എന്താണ് കൂടുതലും ടൈപ്പ് ചെയ്യാൻ പ്രിഫർ ചെയ്യണത്? മംഗ്ലീഷാണ് അല്ലേ? മംഗ്ലീഷ് എന്ന് പറയുന്നത് മലയാളം ആൻഡ് ഇംഗ്ലീഷ് കൂടി ചേർന്നതാണ്. അതും നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, മലയാളം ആൻഡ് ഇംഗ്ലീഷ് കൂടി ചേർന്നതാണ് മംഗ്ലീഷ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് മലയാളം എന്നതാണ് നമ്മുടെ ട്രഡീഷണൽ ലാംഗ്വേജ്. പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്യാൻ എന്ത് പ്രിഫർ ചെയ്യണു? മംഗ്ലീഷ് എന്നുള്ളൊരു ലാംഗ്വേജ്, മംഗ്ലീഷിലേക്ക് കുറേ പേര് ഡീവിയേറ്റ് ആയിട്ടുണ്ട്. സോ ആ ഒരു ഡീവിയേഷൻ കാരണം ചിലപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ലാംഗ്വേജിൽ എന്ത് സംഭവിക്കാം? വീഴ്ചകൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ടെക്നിക്കൽ ടേംസ് കോമൺലി യൂസ്ഡ് ഇൻ ICT. ഏതൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്? ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഒരു 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം എന്നുള്ളത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും പഠിച്ചിട്ട് പോകാം കേട്ടോ. ഫസ്റ്റ് വൺ, ആൽഗോറിതം. A set of instructions or rules used to solve a problem or complete a task. അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ്, എന്തെങ്കിലും നടപടികൾ എടുക്കുകയാണെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ ടേം ആണ് എന്തെന്ന് പറയുന്നത്? ആൽഗോറിതം എന്ന് പറയുന്നത്. ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ഇൻവോൾവ്സ് സ്റ്റോർ, മാനേജ് ആൻഡ് പ്രോസസ് ഡാറ്റ. നമ്മുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാനും മാനേജ് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. Cyber security, the practice of protecting computer systems, networks, and sensitive information from unauthorized access, theft, or damage. സൈബർ സെക്യൂരിറ്റി ആ വാക്കിൽ തന്നെയുണ്ട്. നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന സെൻസിറ്റീവ് മെസ്സേജസ് ലൈക്ക് OTP ഒക്കെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നുള്ള ടെക്നിക്കൽ ടേം ആണ് എന്തെന്ന് പറയുന്നത്? സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്.
ദെൻ എൻക്രിപ്ഷൻ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 4 എടുത്ത സമയത്താണെന്ന് തോന്നുന്നു, അല്ല യൂണിറ്റ് 1 എടുത്ത സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എൻക്രിപ്ഷൻ എന്താണെന്ന്. അതായത് നമ്മൾ മെസ്സേജ് അയക്കുന്ന ആളും വാട്സാപ്പും ടെലിഗ്രാമും ഒക്കെ എൻക്രിപ്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്താണ്, നമ്മൾ മെസ്സേജ് അയക്കുന്ന ആളും ഗ്രൂപ്പ് ചാറ്റിലാണെങ്കിലും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിന് മാത്രം, അല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മുടെ മെസ്സേജസ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമില്ല. അത് കറക്റ്റായിട്ട് പ്രോഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അയക്കുന്ന മെസ്സേജസ് വേറൊരു കോഡിലാണ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നത്, സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ദെൻ the process of converting data into a secret code or language to protect it from unauthorized access. മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു കോഡ്, ഒരു സീക്രട്ട് കോഡ് അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിലേക്ക് തന്നെ മാറ്റുന്ന ഒരു ടെക്നിക്കൽ ടേം ആണ് എന്തെന്ന് പറയുന്നത്, എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ Firewall, a security system that monitors and controls incoming and outgoing network traffic to protect against unauthorized access. കണ്ടോ, എല്ലാത്തിലും വരുന്നത് അൺഓതോറൈസ്ഡ് ആക്സസിൽ നിന്നും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്ത് പോവുക, അതിന് ചോർച്ച വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ആണ് ഭൂരിഭാഗവും ഇതിൽ വരുന്നത്. അപ്പോൾ എന്ത് പോയിന്റ് ആണെങ്കിലും ഈ ഒരു ടേം വരുമ്പോൾ അതിന് നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ലെങ്കിൽ എന്ത് എഴുതി വെക്കുക, ടു പ്രൊട്ടക്ട് ഫ്രം അൺഓതോറൈസ്ഡ് ആക്സസ് എന്നെങ്കിലും എഴുതി വെക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ ഫയർ വാളിൽ മെയിനായിട്ട് വരുന്ന കീവേഡ്സ് എന്താണ്, ഔട്ട് ഗോയിങ് ആൻഡ് ഇൻകമിങ് നെറ്റ്വർക്ക് ട്രാഫിക് മോണിറ്റർ ചെയ്യാനും അത് എന്ത് ചെയ്യാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കൽ ടേം ആണ് എന്തെന്ന് പറയുന്നത്, ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, ഫയർ വാൾ എന്ന് പറയുന്നത്. ദെൻ HTML അടുത്ത ഫുൾ ഫോം, അടുത്തൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് പ്രതീക്ഷിക്കാം. ഇതിൽ ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇതുപോലെ ഫുൾ ഫോം ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കും. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്, ഇപ്പോൾ HTML തന്നെ വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് HTML എന്ന് പറഞ്ഞ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ഫുൾ ഫോംസ് എന്തൊക്കെയാണെന്നുള്ളത്, ആ ഒരു ബുക്കിൽ മുഴുവനായിട്ടുള്ള ഫുൾ ഫോംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ദെൻ HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് markup language, that is the full form of HTML, the standard language used to create web pages and applications. ഒരുപാട് ആപ്ലിക്കേഷൻസും അതേപോലെ തന്നെ വെബ് പേജസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. വെബ് പേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, അതാണ് അതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട കീവേഡ്സ് എന്ന് പറയുന്നത്. HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, the standard language used to create web pages and applications. JavaScript used to create dynamic and interactive web content. അതായത് ഇതിൽ മെയിനായിട്ടും വരുന്നത് ആനിമേഷൻസ് ഒക്കെ ജാവാസ്ക്രിപ്റ്റിൽ വരുന്നതാണ്. അതായത് അത്രയും മൂവ്മെൻ്റ് ആയിട്ടുള്ള റെസ്പോൺസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം എന്തിൽ വരുന്നതാണ്, ജാവാസ്ക്രിപ്റ്റിൽ വരുന്നതാണ്. ഡൈനാമിക് ആൻഡ് ഇൻ്ററാക്റ്റീവ് വെബ് കണ്ടന്റ്, അതാണ് അവിടുത്തെ കീവേഡ്സ് എല്ലാമാണ് നമ്മൾ റെഡിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ എന്ത് പഠിച്ചില്ലെങ്കിലും അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ആ ഓർമ്മയിലെങ്കിലും നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എഴുതാനായിട്ട് പറ്റും. Then operating system, the software that manages and controls computer hardware and software. ഇത് പിന്നെ നമ്മൾ എന്താണ്, ചെറുത് മുതലേ ഒരു 10th വരെ നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അല്ല ഒരു സെപ്പറേറ്റ് ലാംഗ്വേജ് ആയിട്ട് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ കേട്ട് വരുന്നതാണ് ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈ ഒരു ടേംസ് ഒക്കെ അതിൽ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഹാർഡ്വെയർ, എന്താണ് നമ്മൾ ഫിസിക്കലായിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ എലമെൻറ്റ്സ്, കീബോർഡ്, മൗസ്, അതൊക്കെയാണ് ഹാർഡ്വെയറിൽ വരുന്നത്. ദെൻ സോഫ്റ്റ്വെയറിൽ എന്താണ്, ഓരോ ആപ്സ്, ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റ്, ആ ആപ്സ് ഒക്കെ ഇതിൽ വരുന്നതാണ്, സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. ദെൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്താന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സെർവർ, എ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് ഡാറ്റ ഓർ സർവീസസ് ടു അതർ കമ്പ്യൂട്ടേഴ്സ് ഓർ ഡിവൈസസ്. അതായത് ആ പേരിൽ തന്നെയുണ്ട് സെർവർ. സെർവിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, കൊടുക്കുക, വിളമ്പുക എന്നുള്ളൊക്കെ ഒരു മീനിങ് ആണ് സെർവിങ്ങിൽ വരുന്നത്. സെർവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഡിവൈസസിന് അല്ലെങ്കിൽ മറ്റുള്ള കമ്പ്യൂട്ടേഴ്സിന് അവരുടെ ഡാറ്റാസും സർവീസസും എല്ലാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. ആ ഒരു ടെക്നിക്കൽ ടേം ആണ് എന്തെന്ന് പറയുന്നത്, സെർവർ എന്ന് പറയുന്നത്. ദെൻ
Virtual reality, a computer generated environment that stimulates a physical environment. അതായത് ഇതിൽ മെയിനായിട്ടും വരുന്നത് ഗെയിമിംഗ് ഒക്കെയാണ്. ഇപ്പം നമ്മൾ പല എക്സിബിഷൻസിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കാണാൻ പറ്റും പല രീതിയിലുള്ള ഗെയിമിംഗ്. അതായത് നമുക്ക് ഫിസിക്കലി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അതൊക്കെ വരുന്നത് ഏതിലാണ്? വിർച്വൽ റിയാലിറ്റിയിലാണ്. എ കമ്പ്യൂട്ടർ ജനറേറ്റഡ് എൻവിയോൺമെൻറ്റ് സ്റ്റിമുലേറ്റ്സ് എ ഫിസിക്കൽ എൻവിയോൺമെൻറ്റ്. അതായത് ഒരു ഫിസിക്കൽ, നമ്മൾ ശരിക്കും ഒരു വിർച്വൽ എൻവിയോൺമെൻറ്റിലാണ്, അതായത് ഓൺലൈനിൽ സ്ക്രീനിലാണ് നമ്മൾ കാണുന്നതെങ്കിലും നമുക്കത് ഫീൽ ചെയ്യാണ്, ഫിസിക്കലി നമുക്കത് ഫീൽ ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. എഫിഷ്യൻസി റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് ഇൻ്റർനെറ്റ് to deliver data and services quickly and reliably. റിലയബിളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസനീയമായ രീതിയിൽ, അതായത് അത്രയും ട്രസ്റ്റോട് കൂടി പെട്ടെന്ന് തന്നെ നമ്മുടെ ഡാറ്റാസ് എല്ലാം ഡെലിവർ ചെയ്യാനുള്ള ഇൻ്റർനെറ്റിൻ്റെ എബിലിറ്റി, ആ ഒരു കഴിവിനെയാണ് ഇൻ്റർനെറ്റിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ അവരുടെ റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, പല രീതിയിലുള്ള റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒബേ ചെയ്ത് പോവുകയാണെങ്കിൽ എന്ത് പറ്റും? എഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഫൈബർ ഓപ്റ്റിക് കേബിൾസ്, അതായത് ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പണ്ടത്തെ ടി വിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കുറേ കേബിൾസ് കാണും, പച്ച നീല കളറിലൊക്കെ കുറേ കേബിൾസ് കാണും. അതേപോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യണ വേറൊരു ടൈപ്പ് ഓഫ് കേബിൾസ് ആണ് ഫൈബർ ഓപ്റ്റിക് കേബിൾസ് എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ്, ഇത് നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിനെല്ലാം ഒരു റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് പാലിച്ച് എന്ത് ചെയ്യുക? നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് എഫിഷ്യൻസി ഡെവലപ്പ് ആവുന്നത്? അണ്ടർലൈൻ ടെക്നോളജി, ഫൈബർ ഓപ്റ്റിക് കേബിൾസ്, അഡ്വാൻസ്ഡ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. Economy refers to the cost effectiveness of using the internet to access information and services. The internet has significantly reduced the cost of communication and information sharing. അതായത് ഒന്നുമില്ല, സിംപ്ലി ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ലെറ്റർ എഴുതിയിട്ടാണ് ദൂരെയുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്തതെന്ന് പറയും. അങ്ങനെ ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ ലെറ്റർ എഴുതി അത് പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് ചെയ്ത് അതിനൊരു ചെറിയൊരു സർവീസ് ചാർജ്, അത് കഴിഞ്ഞ് അയാളിലേക്ക് എത്തി, അത് നമ്മൾ ദിവസങ്ങളോളം കാത്തിരുന്ന് ആ ഒരു ലെറ്റർ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങി, അങ്ങനെ കുറേ അധികം പ്രൊസീജിയേഴ്സാണ്. അതൊന്നുമില്ലാതെ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ടെക്സ്റ്റായിട്ടോ വോയിസ് മെസ്സേജോ കോളോ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത്. സാമ്പത്തിക രീതിയിൽ അതിനെ നോക്കിക്കാണുകയാണെങ്കിൽ പോലും അന്നത്തേതിനേക്കാളും കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ഇപ്പോൾ നമ്മൾക്കുള്ള ആ ഒരു സംവിധാനം എന്ന് പറയുന്നത്. The internet has significantly reduced the cost of communication. കണ്ടോ, significantly reduced the cost of communication. കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആ ഒരു കോസ്റ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്? റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇൻ്റർനെറ്റ് കണക്ഷനോട് കൂടിയിട്ട്. ഫോർ എക്സാമ്പിൾ, സെൻഡിങ് ആൻ ഇമെയിൽ ഇസ് cheaper than sending a traditional letter, and accessing online resources is often less expensive than buying physical copies. അല്ലേ, നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് എന്താണ്, ഒരു ഷോപ്പിലുള്ളതിനേക്കാളും ചിലപ്പോൾ കുറേയധികം വ്യത്യാസപ്പെട്ടിട്ട് കുറേയധികം റിഡക്ഷൻ ഉള്ള ആ ഒരു പ്രൈസ് ആയിരിക്കും നമുക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഓഫർ സെയിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കാണുന്നതാണ് ആ ഒരു കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലെല്ലാം എന്താണ്, ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു വരവോട് കൂടിയിട്ട് കുറേയധികം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. Thus, internet efficiency and economy have made it an indispensable tool for communication, business, education and entertainment. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലായാലും ബിസിനസ്സിലായാലും എഡ്യൂക്കേഷനിലായാലും എൻ്റർടൈൻമെൻറ്റിനായാലും എല്ലാ ഫീൽഡിലും ഒരു ടൂളായിട്ടാണ് ഇൻ്റർനെറ്റിനെ കണക്കാക്കുന്നത്. ദെൻ ലാംഗ്വേജ് എക്സ്ചേഞ്ച്. Language exchange involves finding a language partner with whom you can practice speaking, writing and listening to the language. അതായത് ഏതൊരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും അത് നമ്മൾ പറഞ്ഞ് സ്പീക്ക് ചെയ്ത് ആ ഒരു ഫ്ലുവൻസി ഉണ്ടാക്കണമെന്ന് പറയും. അങ്ങനെ ഫ്ലുവൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പീക്ക് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സസ് ലിസൺ ചെയ്തിരിക്കാനും നമുക്കൊരു ലാംഗ്വേജ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു ലാംഗ്വേജ് എക്സ്ചേഞ്ച് നടക്കുകയാണ്. അതായത് നമുക്കറിയുന്ന ആ ഒരു ലാംഗ്വേജ്, നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലാംഗ്വേജ് നമ്മൾ അവരോട് സംസാരിച്ച് അവരും നമ്മളോട് അതേ ലാംഗ്വേജിൽ തന്നെ തിരിച്ച് സംസാരിച്ച്, തെറ്റുകളൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊന്നും എന്ത് ചെയ്യുക, അതൊക്കെ ലാസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഏതൊക്കെ തെറ്റുകളാണ്
നിന്നാണ് വന്നത് എന്നുള്ളതൊക്കെ ലാസ്റ്റ് മനസ്സിലാക്കി നമുക്ക് കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലാംഗ്വേജ് പാർട്ട്ണർ, കൂടെ ഇരുന്ന് മീൻസ് വിർച്വൽ ആയിട്ടാണെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ, ഒരു ലാംഗ്വേജ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവിടെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ലാംഗ്വേജ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ലാംഗ്വേജ് എക്സ്ചേഞ്ചിൽ മെയിനായിട്ടും ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് പാർട്ട്ണറാണ്. Then language exchange can be done through messaging, voice chat or video calls. ഇപ്പോൾ പല ആപ്ലിക്കേഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതായത് ഒരാൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ എന്നുള്ള രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസ് ഒക്കെ പല ആപ്ലിക്കേഷൻസും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയാണ് എന്താണെന്ന് പറയുന്നത് ലാംഗ്വേജ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വോയിസ് ചാറ്റിലൂടെ, വീഡിയോ കോൾസിലൂടെ, അതേപോലെ തന്നെ മെസ്സേജിങ്ങിലൂടെ എല്ലാം, വോയിസ് മെസ്സേജിങ്ങിലൂടെ എല്ലാം നമ്മുടെ ആ ഒരു സ്കില്ല്, ആ ഒരു ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ലാംഗ്വേജ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. Then language communities. There are online communities on social media platforms where language learners can connect and learn together like Facebook groups, Twitter chats, etc. ഇത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലൂടെ ആയാലും അതേപോലെ തന്നെ ട്വിറ്റർ ചാറ്റ്സിലൂടെ ആയാലും പുതിയൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ പഠിക്കാനായിട്ട് കുറേ അധികം ഗ്രൂപ്പ്സും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റീസും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ദെൻ ലാംഗ്വേജ് challenges. Social media challenges like the 30-day language challenge. These challenges usually involve setting language goals and tracking progress over a set period. അതായത് നമ്മളിപ്പോൾ യൂട്യൂബിലായാലും നമുക്ക് തംബ്നെയിൽ കാണാൻ പറ്റും എന്താണ് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ആ കുറേ വീഡിയോസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഒരു ചലഞ്ചായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അതിൽ നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ആ ലാംഗ്വേജിൽ കുറേ അധികം ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും ആ ചലഞ്ചസിലൂടെ. Then language learning content. Social media platforms offer a wealth of language related content such as language learning blogs, podcasts and YouTube channels. ഞാനിപ്പോൾ പറഞ്ഞതാണ് ലാംഗ്വേജ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനൽസ് കാണാം, ബ്ലോഗ്സ് കാണാം, പോഡ്കാസ്റ്റ് കാണാം. ഇതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ദെൻ അവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഫ്ലോ ചാർട്ടാണ്. സെൽഫ് മോട്ടിവേഷനാണ് മെയിനായിട്ടും അവിടെ വരുന്ന ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത്. അതിന് ചുറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഫസ്റ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലേൺ ത്രൂ സോഷ്യൽ മീഡിയ, സോഷ്യൽ നെറ്റ്വർക്ക് ഓർ മീഡിയ. അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഇതേപോലുള്ള യൂട്യൂബ് ചാനൽസിലൂടെ, പോഡ്കാസ്റ്റിലൂടെ, ബ്ലോഗ്സിലൂടെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്യുക, ലാംഗ്വേജ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇംപ്ലിമെൻറ്റിങ് ഇൻ ഡെയിലി ലൈഫ്. എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നമ്മൾ പുതിയ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാം. ദെൻ നോയിങ് മിസ്റ്റേക്സ്. അതിൽ ഉറപ്പായിട്ടും മിസ്റ്റേക്സ് വരും. നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ ലാംഗ്വേജസ് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരും. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക, ലേൺ ഫ്രം മിസ്റ്റേക്സ്. ആ തെറ്റുകളിൽ നിന്ന് ഏതൊക്കെ മിസ്റ്റേക്സ് ആണോ വന്നിട്ടുള്ളത് ആ മിസ്റ്റേക്സിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഫ്ലോ ചാർട്ട് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ലാംഗ്വേജിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയണത്. File formats are the way digital information is stored and transmitted in the electronic devices. Different file formats are designed for specific purposes such as text, images, audio and video. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് PDF എന്താണെന്നൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയതാണ്, PDF-ൻ്റെ ഫുൾ ഫോം ഒക്കെ. അപ്പോൾ എന്താണ്, നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുക, അതായത് നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനോ എന്തെങ്കിലും കാര്യത്തിന് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ വേ ആണ് എന്തെന്ന് പറയുന്നത് ഫയൽ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത്. ഫയൽ ഫോർമാറ്റ്സിൽ മെയിനായിട്ടും വരുന്ന എക്സാമ്പിൾസ് ആണ് JPEG, PDF, MP3 ആൻഡ് MP4. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ട് ഇതൊന്ന് പ്രതീക്ഷിക്കാം കേട്ടോ ക്വസ്റ്റ്യൻസ്. JPEG commonly used for digital images and photographs. ഇമേജസും ഫോട്ടോഗ്രാഫ്സും. JPEGൻ്റെ ഫുൾ ഫോം തന്നെ ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ്സ് എന്നാണ്. അത് നിങ്ങൾക്ക് ഫുൾ ഫോം പഠിക്കാനില്ല, JPEGൻ്റെ ഫുൾ ഫോം പഠിക്കാനില്ല, ജസ്റ്റ് അതിൽ എന്ത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇമേജസും ഫോട്ടോഗ്രാഫ്സും ഡിജിറ്റലാക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, JPEG എന്ന ഫയൽ ഫോർമാറ്റ് യൂസ് ചെയ്യണത്. ദെൻ PDF നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ഫുൾ ഫോം അതിൻ്റെ പഠിക്കാനുണ്ട്. PDFൻ്റെ ഫുൾ ഫോം നിങ്ങൾക്കുണ്ട്. എന്താണ് portable document format is a file used for digital documents, for example reports, e-books, etc. ഇമേജസും ഫോട്ടോഗ്രാഫ്സും സ്റ്റോർ ചെയ്ത് ആൻഡ് ട്രാൻസ്മിറ്റ് ചെയ്താണെങ്കിൽ നമ്മൾ ഏതാണ് JPEG ഫോർമാറ്റാണ് യൂസ് ചെയ്യുക. ദെൻ
റിപ്പോർട്ട്സ് അതേപോലെ തന്നെ ഈ ബുക്സ് എല്ലാം സ്റ്റോർ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കും? PDF ഉപയോഗിക്കും, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ദെൻ MP3 ഉണ്ട്, അതേപോലെ തന്നെ MP4 നമുക്ക് പഠിക്കാനുണ്ട്. MP3 മെയിനായിട്ടും ഓഡിയോ ഫയൽസ് ആണ്. MP4 വീഡിയോ ആൻഡ് ഓഡിയോ ഫയൽസ്, ബോത്ത് ഓഡിയോ ആൻഡ് വീഡിയോ ഫയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതിലാണ്? MP4 അതേപോലെ തന്നെ ഓഡിയോ ഫയൽസ് മാത്രമാണെങ്കിൽ അത് കംപ്രസ് ചെയ്ത് ആ ഒരു ഓഡിയോൻ്റെ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാത്ത രൂപത്തിൽ അത് കംപ്രസ് ചെയ്ത് നമുക്ക് ചെറിയ ഫയലായിട്ട് വെക്കാൻ പറ്റിയതാണ് MP3 എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ ഡിജിറ്റൽ ഓഡിയോ ഫയൽസ് വിച്ച് അലോസ് ഫോർ സ്മോളർ ഫയൽ സൈസസ് വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ലോസ് ഇൻ ഓഡിയോ. ദെൻ MP4 എന്താണ്? അത് വീഡിയോ ആൻഡ് ഓഡിയോ ഫയൽസ്. MP3 എന്താണ്? ഓഡിയോ ഫയൽസ് മാത്രം. ദെൻ MP4 used for digital video and audio files, commonly used for online video streaming. ഓൺലൈൻ വീഡിയോ സ്ട്രീമിങ്ങിന് യൂസ് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റ് ഏതാണ്? 1 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. ഏതാണ്? MP4 ആണ്. മാറിപ്പോരുത്, MP3യും MP4 മാറിപ്പോരുത്. MP3 ഓഡിയോ മാത്രമാണ്. MP4 ആണെങ്കിൽ ബോത്ത് ഓഡിയോ ആൻഡ് വീഡിയോ ഫയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ സം കോമൺ ഫയൽ കൺവേർഷൻ ടൂൾസ്. ഫയൽസ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫോർമാറ്റിൽ നിന്നും മറ്റൊരു ഫോർമാറ്റിലേക്ക് ഫയൽസ് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടൂൾസാണ് ഉപയോഗിക്കുക? ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? അഡോബ് അക്രോബാറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? PDF കൺവേർഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ക്ലൗഡ് കൺവേർട്ട് ഫോർ ഓഡിയോ ഫയൽ കൺവേർഷൻസ്. PDF കൺവേർഷന് വേണ്ടിയിട്ട് അഡോബ് അക്രോബാറ്റ്. ദെൻ ഓഡിയോ ഫയൽ കൺവേർഷന് വേണ്ടിയിട്ടുള്ളത് ക്ലൗഡ് കൺവേർട്ട്. ദെൻ വീഡിയോ ഫയൽ കൺവേർഷന് വേണ്ടിയിട്ട് ഹാൻഡ് ബ്രേക്ക്. ഇത് മൂന്നും പറഞ്ഞു പഠിക്കുക. ജസ്റ്റ് ഒരു 5 മിനിറ്റ് അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഏതാണ്? അഡോബ് അക്രോബാറ്റ് PDF കൺവേർഷന് വേണ്ടിയിട്ടുള്ളത്. ദെൻ ഓഡിയോ ഫയൽ കൺവേർഷൻ ആണെങ്കിൽ ക്ലൗഡ് കൺവേർട്ട്, വീഡിയോ ഫയൽ കൺവേർഷൻ ആണെങ്കിൽ ഹാൻഡ് ബ്രേക്ക്. ഇത് മൂന്നും എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. സം കോമൺലി യൂസ്ഡ് സെർച്ച് ടൂൾസ് ആൻഡ് ടെക്നിക്സ്. സെർച്ച് എൻജിൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് ഞാൻ ഫസ്റ്റേ പറഞ്ഞത്. എന്താണ്? കുറേ പാഠത്തിൽ നിന്നുള്ള കുറേയധികം ടോപ്പിക്സ് ഈ ഒരു യൂണിറ്റിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ആ പാഠത്തിൽ പഠിച്ച ഒരാൾക്ക് ഇത് വീണ്ടും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ടാവുക. ദെൻ സെർച്ച് എൻജിൻസ്, web-based applications that allows users to search for information on the internet. ഒന്നുമില്ല, നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ സിംപ്ലി നമ്മൾ ഗൂഗിൾ പോയിട്ട് എന്താണ് അതെന്ന് സെർച്ച് ചെയ്തെടുക്കും. ആ ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത്? സെർച്ച് എൻജിൻസ് എന്ന് പറയുന്നത്. ഗൂഗിൾ എന്തിന് എക്സാമ്പിളാണ്? സെർച്ച് എൻജിൻസിന് എക്സാമ്പിളാണ്. പിന്നെ ഏതൊക്കെ എക്സാമ്പിളായിട്ട് വരുന്നത്? ബിങ്, യാഹൂ. ഓക്കെ, ഗൂഗിൾ, ബിങ്, യാഹൂ ഇതെല്ലാം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്താണ്? സെർച്ച് എൻജിൻസ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ വരുന്നതാണ്. ആ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സെർച്ച് എൻജിൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഗൂഗിൾ, ബിങ്, യാഹൂ. അത് മൂന്നും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഗൂഗിൾ നമുക്ക് അറിയണതാണ്, ബാക്കി രണ്ടും പഠിച്ചു വയ്ക്കുക. ബിങ്, യാഹൂ അത്ര ഫെമിലർ ആയിരിക്കില്ല പലർക്കും. Then Boolean operators, words or symbols used for refined search result. അതായത് ഇതിന് എക്സാമ്പിൾ ആയിട്ട് മെയിനായിട്ട് വരുന്നത് and, or, not. അതായത് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് ഇപ്പോൾ എക്സാമ്പിൾ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഡോഗ് ആൻഡ് കാറ്റ്. അതായത് ഡോഗും അതേപോലെ തന്നെ കാറ്റിനെയും പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ അതിൽ എന്തൊക്കെ വരും? അത് തമ്മിലുള്ള ഫെമിലിയാരിറ്റീസ് വരും, അത് തമ്മിലുള്ള ഡിഫറൻസസ് വരും. ഇതെല്ലാം ഡോഗും കാറ്റും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്, ഡോഗ് ഏത് ഫാമിലിയിലാണ് വരുന്നത്, കാറ്റ് ഏത് ഫാമിലിയിലാണ് വരുന്നത്, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ്, ഇതെല്ലാം നമ്മൾ ഡോഗ് ആൻഡ് കാറ്റ് ആ ഒരു ആൻഡ് എന്ന് പറയുന്ന വാക്കിലൂടെ ആൻഡ്, ഓർ, നോട്ട് എന്നീ വാക്കുകളിലൂടെ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫൈ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് പറ്റുകയാണ്. അങ്ങനെ അടുക്കുന്നതിലൂടെ, അങ്ങനെ സെർച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ്? കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുകയാണ്. അതാണ് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ബൂലിയൻ ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിളാണ് ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ്. ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാത്ത പേര് പോലെ തോന്നും, പക്ഷെ നമ്മൾ കോമൺ ആയിട്ടും ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഇതൊക്കെ അല്ലേ? ആൻഡ്, ഓർ, നോട്ട്. ദെൻ അഡ്വാൻസ്ഡ് സെർച്ച്.
allows users to narrow down search results by specifying certain criteria such as language, date range or file type. ഏത് രീതിയിലുള്ള ഫയലാണ്, ഏത് ടൈപ്പ് ഫയലാണ്, അതേപോലെ തന്നെ ഡേറ്റ്, ലാംഗ്വേജസ് എന്നുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ വെച്ചിട്ട് ഒരു ടോപ്പിക്കിലെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസേഴ്സിനെ അലോ ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സെർച്ച് എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി യൂസ്ഫുൾ ഫോർ ഫൈൻഡിങ് സ്പെസിഫിക് ഇൻഫോർമേഷൻ ടു മോർ റീസൺ ഓർ റെലവൻറ്റ് കണ്ടന്റ്. അതായത് ഇപ്പോൾ അടുത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സെർച്ച് എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് സെർച്ചിൽ മെയിനായിട്ടും ഉള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫൈൻഡിങ് സ്പെസിഫിക് ഇൻഫോർമേഷൻ ടു മോർ റീസൺ ഓർ റെലവൻറ്റ് കണ്ടന്റ് എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ കീവേഡ്സ് subject-specific databases, electronic database that contain information on specific topic or subject. Examples: PubMed for medical research, JSTOR for academic research. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ പേരുകൾ പബ്മെഡ് ഫോർ മെഡിക്കൽ റിസർച്ച്, അതായത് മെഡിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ട് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രം നാഷണൽ ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ് എന്താന്ന് പറയുന്നത് പബ്മെഡ് എന്ന് പറയുന്നത്. ആ നെയിം നോട്ട് ചെയ്ത് വയ്ക്കുക, ഷുവർ ആണ് ക്വസ്റ്റ്യൻ. ദെൻ JSTOR, അതായത് ജേർണൽ സ്റ്റോറേജ് ഫോർ അക്കാഡമിക് റിസർച്ച്. JSTORൻ്റെ ഫുൾ നെയിം ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. JSTOR മീൻസ് ജേർണൽ സ്റ്റോറേജ് ഫോർ അക്കാഡമിക് റിസർച്ച്. അതായത് അക്കാഡമിക് റിസർച്ചിന് വേണ്ടിയിട്ട് JSTOR ആൻഡ് മെഡിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ട് PubMed. അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് അല്ലേ അവിടെ വരുന്നത്. ദെൻ സ്പെസിഫിക് ടോപ്പിക് അല്ലെങ്കിൽ സ്പെസിഫിക് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് സബ്ജക്ട് സ്പെസിഫിക് ഡാറ്റാബേസസ് എന്ന് പറയുന്നത്. ആ രണ്ട് എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, PubMed ആൻഡ് JSTOR, ജേർണൽ സ്റ്റോറേജ്. Then these databases often provide more specialized and in-depth information than general search engine gives. അതായത് ജനറൽ സെർച്ച് എൻജിൻസ് ആയിട്ടുള്ള ഗൂഗിൾ, യാഹു എല്ലാം തരുന്നതിനേക്കാളും ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ടോപ്പിക്കിനെ പറ്റി, ഇപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് അത്രയും ആഴത്തിൽ അറിയണം എന്നുണ്ടെങ്കിൽ എന്തിൽ സെർച്ച് ചെയ്താൽ മതി, പബ്മെഡിൽ സെർച്ച് ചെയ്താൽ മതി. ദെൻ അക്കാഡമിക് റിസർച്ച് ആണ് നോക്കുന്നതെങ്കിൽ ഏതിൽ സെർച്ച് ചെയ്യാം, സ്പെസിഫിക് ആയിട്ട് അത്രയും ഇൻഡെപ്ത് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഏതിൽ സെർച്ച് ചെയ്യാം, JSTORൽ സെർച്ച് ചെയ്യാൻ പറ്റും. Then social media search. Social media platforms such as Twitter, Facebook, Instagram can also be used to search for information. Hashtag and keywords can be used to find relevant content. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണിത് സോഷ്യൽ മീഡിയ സെർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കാണാണ്, നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്തെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നമുക്ക് അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഷ്ടാഗ് എന്തൊക്കെയാണ്, ജസ്റ്റ് ഒരു കമൻറ്റ് ബോക്സ്, അതിൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നാൽ തന്നെ നമുക്ക് ആ സ്ഥലം എവിടെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളത് എന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് സോഷ്യൽ മീഡിയ സെർച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും ബ്ലോക്ക് 3 ഒഴികെ, പിന്നെ ബ്ലോക്ക് 4 ഒരു യൂണിറ്റും ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് May 4th എക്സാമിന് മുന്നേ തന്നെ എല്ലാ പോർഷൻസും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. എന്തൊക്കെയാണ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. സോ പോസിറ്റീവ് സൈഡായാലും നെഗറ്റീവ് സൈഡായാലും അത് കമൻസ് ആയിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. ദെൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.